ഗുഡ് ഈവനിംഗ് 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. വാർത്തകളിലേക്ക് വിശദമായി. RSSനെയും കേന്ദ്ര സർക്കാരിനെയും കടന്നാക്രമിച്ച് ലോക്സഭയിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭരണഘടനയിൽ ഇന്ത്യയെക്കുറിച്ച് ഒന്നുമില്ലെന്ന് സവർക്കർ പറഞ്ഞതിനെ BJP നേതാക്കൾ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. ഭരണഘടനയല്ല മനുസ്മൃതിയാണ് പിന്തുടരേണ്ടതെന്ന് സവർക്കർ പറഞ്ഞതെന്ന് രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിച്ചു. Mr. Savarkar has clearly stated in his writings that there is nothing Indian about our constitution. He has clearly stated that the book India is run by should be superseded by this book. ഇന്ത്യയിലെ യുവാക്കളുടെ സ്ഥിതി ദ്രോണർ ഏകലവ്യന്റെ പെരുവിരൽ മുറിച്ചതുപോലെയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ന് ചോദ്യപേപ്പർ ചോർച്ചയിലൂടെയും തൊഴിൽ നിഷേധങ്ങളിലൂടെയും BJP സർക്കാർ രാജ്യത്തെ യുവാക്കളുടെ പെരുവിരൽ മുറിക്കുകയാണെന്നും വിമർശനം. जब आपने अग्निवीर लागू किया तो आपने उन युवाओं की उंगली काटी. जब आप पेपर लीक कराते हो, 70 बार आपने पेपर लीक करवाया है, तब आप हिंदुस्तान के युवाओं के अंगूठा काटते हो. രാജ്യത്ത് ജാതി സെൻസസ് നടപ്പാക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. हम दलितों को, आदिवासियों को, पिछड़ों को, किसानों को, मजदूरों को दिखाना चाहते हैं कि आपने किस किस का अंगूठा काटा है. इसलिए जो मैंने वायदा किया था, इसी हाउस में यहां हम कास्ट सेंसस लागू करेंगे और उसके बाद हिंदुस्तान में एक नए तरीके का विकास होगा, एक नई तरीके की राजनीति होगी. അതേസമയം രാഹുലിന്റെ പ്രസംഗത്തിനെതിരെ BJP നേതാക്കൾ രംഗത്ത് വന്നു. ഭരണഘടനയെ അട്ടിമറിച്ചവരാണ് കോൺഗ്രസ് എന്നാണ് BJP വിമർശനം. इस हाउस में मैं बहुत ईमानदारी से बोलना चाहता हूं, 550 से ऊपर रियासतें थी, सबको सरदार पटेल ने हैंडल किया, सब भारत में मिल गए. एक को नेहरू जी ने हैंडल किया, बाद में नरेंद्र मोदी को ठीक करना पड़ा. यह है कि भारत के आम इंसान को, आम नागरिक को भारत की नीति तय करने का अधिकार देना. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ സംസാരിക്കും. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് തത്സമയം ചേരുന്നു. ബൽറാം, ഗുഡ് ഈവനിംഗ്. അല്പസമയം മുൻപാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത് ലോക്സഭയിൽ. ഭരണഘടനയുടെ ചെറുപതിപ്പുമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. അതിനോട് എങ്ങനെയാണ് ഇപ്പോൾ BJPയുടെ വിമർശനങ്ങൾ ഉയർന്നത്? എന്തൊക്കെ കാര്യങ്ങൾ പ്രതിപാദിച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം? പ്രധാനമന്ത്രി എപ്പോഴാണ് ലോക്സഭയിൽ സംസാരിക്കുക? ഗുഡ് ഈവനിംഗ് പ്രജിൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5:45 ലോക്സഭയിൽ ഈ ചർച്ചയ്ക്ക് മറുപടി പറയും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധി വളരെ ചെറിയ ഒരു പ്രസംഗമാണ് ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഇന്ന് ലോക്സഭയിൽ നടത്തിയത്. അതിൽ കൃത്യമായി തന്നെ അദ്ദേഹം ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിച്ച വിഷയങ്ങൾ ഓരോന്നും എണ്ണി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം തുടങ്ങിയത് BJPക്കെതിരായ വിമർശനത്തിലൂടെ തന്നെയാണ്. സവർക്കറുടെ പേര് ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഉദ്ധരണി, അദ്ദേഹത്തിന്റെ വാചകം തന്നെ എടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങിയത്. ഈ ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യയുടേതായി ഒന്നുമില്ല എന്നായിരുന്നു സവർക്കറിന്റെ അഭിപ്രായമെന്നും മനുസ്മൃതിയാണ് പാലിക്കേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് എന്നുമാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത്. ഒപ്പം തന്നെ ഈ ഭരണഘടനയിലുള്ളത് ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും അംബേദ്കറുടെയും ദർശനങ്ങളാണ് എന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് മഹാഭാരതത്തിലെ ഏകലവ്യന്റെ പെരുവിരൽ മുറിച്ച കഥയാണ് അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത്. അത് പറഞ്ഞു നിർത്തിക്കൊണ്ട് ഇന്ന് രാജ്യത്തെ യുവാക്കൾ പെരുവിരൽ അറ്റവരെ പോലെയാണ് എന്നും ഈ ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ രാജ്യത്തെ യുവാക്കളുടെ പെരുവിരൽ അറുത്തിരിക്കുകയാണെന്നും വിമർശിച്ച രാഹുൽ ഗാന്ധി ഈ അദാനി വിഷയം, സംബാൽ സംഘർഷം, മണിപ്പൂർ സംഘർഷം അടക്കമുള്ള എല്ലാ വിഷയങ്ങളും പരാമർശിച്ചുകൊണ്ടാണ് തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. എന്നാൽ BJP നേതാക്കളാകട്ടെ ഈ അടിയന്തരാവസ്ഥ എന്ന പ്രധാന ആയുധം ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസിനെ, ഈ ഭരണഘടനയും മുൻനിർത്തിയുള്ള ചർച്ചയിൽ കോൺഗ്രസിനെ നേരിടുന്നത്. ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് മറുപടിയായി ശിവസേന അംഗം
ശ്രീകാന്ത് ഷിൻഡെ ഇന്ദിരാഗാന്ധി സവർക്കറെ പ്രകീർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞതിന് മറുപടിയായി വീണ്ടും രാഹുൽ എഴുന്നേറ്റ് നിൽക്കുകയും സവർക്കർ പല ഘട്ടങ്ങളിലും ബ്രിട്ടീഷുകാരോട് വിട്ടുവീഴ്ച ചെയ്തിരുന്നു എന്ന് തന്റെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന മറുപടി നൽകുകയും ചെയ്തു. ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. 5:45 പ്രധാനമന്ത്രി മറുപടി പറയും എന്നാണ് നിലവിലെ സമയക്രമം അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നൽകിയത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൃത്യമായ റിപ്പോർട്ട് നൽകിയിരുന്നുവെങ്കിൽ കേന്ദ്ര സർക്കാർ സഹായം അനുവദിച്ചതിനെ പുനരധിവാസത്തിനായി NGOകളും വ്യക്തികളും സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു. എന്നാൽ അവർക്ക് വേണ്ട സ്ഥലം അനുവദിക്കാൻ പോലും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും ഗവർണർ കുറ്റപ്പെടുത്തി. The promise which has been made by Honorable Prime Minister that funds will be no constraint in rehabilitation of those affected in Wayanad. But there are certain government procedures, NGOs and private individuals who have offered to build houses. In fact, the offer, I think, is quite substantial. Their government is not going to spend any money. You have only to allot land to them and they are ready to build houses at their own cost. Even that has not been done. So what to do? കൂടുതൽ വിവരങ്ങളുമായി അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, സംസ്ഥാന സർക്കാരിനെതിരെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഈ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. ദുരന്തം നടന്നു, പക്ഷേ ആ സമയത്ത് കൃത്യമായ റിപ്പോർട്ട് കേരളം നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ കേന്ദ്രം ഫണ്ട് അനുവദിക്കുമായിരുന്നു എന്നാണ് സംസ്ഥാനത്തിന്റെ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത്. മറ്റൊന്ന്, NGOകൾ പല സഹായങ്ങളും വാഗ്ദാനം ചെയ്തു, അപ്പോഴും സർക്കാർ സ്ഥലം വിട്ടു നൽകിയില്ല എന്ന് പറയുന്നതും കേരളത്തിന്റെ ഗവർണറാണ്. വിവരങ്ങൾ അച്യുതൻ. പ്രജിന്, കേന്ദ്ര സഹായം വൈകുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്തരമൊരു പ്രതികരണം നൽകിയത്. അതിൽ പറയുന്നൊരു കാര്യം, NGOകളും വിവിധ വ്യക്തികളും വയനാട് പുനരധിവാസത്തിന് വലിയ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു. അതായത് സ്ഥലം ഏറ്റെടുത്ത് നൽകിയാൽ വീട് വച്ചു നൽകാം എന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നടത്തി. എന്നാൽ സംസ്ഥാനം അതിനു വേണ്ടിയിട്ടുള്ള ഒന്നും തന്നെ, അതായത് സ്ഥലം പോലും ഏറ്റെടുത്ത് നൽകിയില്ല എന്ന ഒരു വിമർശനമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, കൃത്യമായ റിപ്പോർട്ട് അത് സമയബന്ധിതമായി നൽകിയിരുന്നുവെങ്കിൽ കേന്ദ്രം സഹായം നൽകിയേനെ എന്നും പറയുന്നുണ്ട്. വയനാടിന് പ്രധാനമന്ത്രി തന്നെ നേരിട്ടൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്, അത് പാലിക്കുമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. മാത്രമല്ല, ഈ നിലവിലിപ്പോൾ ഈ വ്യോമസേനയുടെ പ്രവർത്തനങ്ങൾക്കുമായി ബന്ധപ്പെട്ട പണം തേടിയ സംഭവവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ അദ്ദേഹം പ്രതികരിച്ചത്, രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾക്ക് അതിൽ ഒരിക്കലും പണം ഈടാക്കാറില്ല, ഇത് മറ്റേതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട ആയിരിക്കാം ഇത്തരത്തിൽ പണം തേടിയത്, അതൊരു ചില റൂൾസുകൾ ഇതുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ടി വരും എന്നായിരുന്നു പ്രതികരണം. എന്തായാലും വീണ്ടും ഈ വിഷയത്തിൽ ഗവർണറുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായ ഒരു വിമർശനം നേരിടുന്നു. അത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയായി കൂടിയാണ് ഇപ്പോൾ ഗവർണർ വിമർശിച്ചിരിക്കുന്നത്. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വ്യായാമ കൂട്ടായ്മ MEC7-നെതിരായ CPIM ആരോപണത്തെ പിന്തുണച്ച് BJP നേതാവ് V മുരളീധരൻ. MEC7-ന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമുണ്ട്, വൈകിയാണെങ്കിലും CPIM-ന് ആ തിരിച്ചറിവുണ്ടാകുന്നത് നല്ലതാണെന്നും V മുരളീധരൻ. അതിൻ്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും NDF-ഉം ഉൾപ്പെടെയുള്ള ശക്തികളുണ്ട് എന്ന് വിശ്വസിക്കാൻ മതിയായിട്ടുള്ള നിരവധി കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരും ഒക്കെ ഈ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം. അല്ല, CPM ആശങ്ക ഉന്നയിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. കാരണം CPM പറയുന്നതെല്ലാം മോശമാണെന്നൊന്നും ഞങ്ങൾ പറയില്ല. CPM-ന് ചില കാര്യങ്ങളിൽ തിരിച്ചറിവുണ്ടാകുന്നത് വൈകിട്ടാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രതികരണം കൂടി മുൻ കേന്ദ്രമന്ത്രിയിൽ നിന്നുണ്ടായ, അതിലേക്കാണ് ഇനി. വ്യോമസേന നൽകിയ സഹായങ്ങൾക്ക് പണം ആവശ്യപ്പെടുന്നത് കാലങ്ങളായുള്ള നടപടിയാണെന്ന് V മുരളീധരൻ പറഞ്ഞു. എന്നാൽ സംസ്ഥാനം വ്യോമസേനയ്ക്ക് പണം നൽകേണ്ടി വരില്ല, എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും, അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് CPM ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും V മുരളീധരൻ പറഞ്ഞു. വാസ്തവത്തിൽ ഇതിനെയൊക്കെ ബുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് എന്നാണ് വേണമെങ്കിൽ വിളിക്കാവുന്നത്, അക്കൗണ്ടിങ് ടേംസിൽ നോക്കിക്കഴിഞ്ഞാൽ. അതൊരു വളരെ സർക്കാരിൻ്റെ ഔദ്യോഗിക തലത്തിൽ നടക്കുന്ന ഒരു നടപടിക്രമം എന്നുള്ളതിനപ്പുറത്ത് അതിന് യാതൊരു പ്രാധാന്യമില്ല. ഈ പണം വ്യോമസേനയുടെ രക്ഷാദൗത്യവുമായിട്ട് ബന്ധപ്പെട്ട് ചിലവാകുന്ന പണം കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്യും. അപ്പോൾ കേന്ദ്ര സർക്കാർ ഈ പണം നൽകുന്നത് ആഭ്യന്തര വകുപ്പിൽ നിന്നാണെങ്കിൽ കേന്ദ്ര സർക്കാരിലെ വേറൊരു
വകുപ്പായിട്ടുള്ള പ്രതിരോധ വകുപ്പ് ഇതിൻ്റെ പണം ഈടാക്കുകയും ചെയ്യും. മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ വീഴ്ച മറച്ചു വെക്കാൻ വേണ്ടി കേന്ദ്രത്തെ കുറ്റപ്പെടുത്താൻ ഒരു വഴിയായിട്ട് മാധ്യമങ്ങളെ ഉപയോഗിക്കുന്ന സമീപനം, ആ സമീപനം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും എന്നല്ലാതെ കാര്യങ്ങളിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചെയ്യുന്ന കൂടുതൽ വിവരങ്ങളുമായി. ടോബി, രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിലാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ ഇപ്പോൾ പ്രതികരിച്ചത്. ഏറ്റവും ആദ്യം അറിയേണ്ടത് ഈ മുണ്ടക്കയിലേക്കുള്ള അല്ലെങ്കിൽ കേരളത്തിലേക്കുള്ള സഹായം അല്ലെങ്കിൽ ഫണ്ട് അത് അനുവദിക്കാതിരിക്കുന്നു, അതേസമയം തന്നെ കേരളത്തോട് പണം ആവശ്യപ്പെടുന്നു. ആ കത്ത് പുറത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വി മുരളീധരന്റെ പ്രതികരണം കൂടി വരുന്നത്. അതിൽ കൃത്യമായി പറയുന്നു ഇതെല്ലാം ഒരു നടപടിക്രമങ്ങളുടെ ഭാഗം മാത്രമാണ്, കേരളത്തിന് പണം നൽകേണ്ടി വരില്ല, അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യപ്പെടുമെന്ന് പറയുന്നു. അപ്പോൾ ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ CPM ശ്രമിക്കുന്നു എന്ന കുറ്റപ്പെടുത്തൽ കൂടി ഉണ്ടാകുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ആ തരത്തിലാണ്, അതായത് ഇത് രാഷ്ട്രീയമായി CPM ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യമാണ് മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. കാരണം ഇതൊരു ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതായത് ആഭ്യന്തര മന്ത്രാലയമാണ് ഈ സേനയുടെ തുക നൽകേണ്ടത്, അത് പ്രതിരോധ മന്ത്രാലയത്തിന് നൽകുകയാണ് ചെയ്യുന്നത്. ആ തുക ആഭ്യന്തര മന്ത്രാലയം നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇതൊരു അവഗണനയായി കാണാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ തുക നേരെ വാങ്ങി തിരിച്ച് പ്രതിരോധ മന്ത്രാലയത്തിന് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. കൃത്യമായ കണക്കുകൾ ഹാജരാക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുള്ള ഒരു നടപടി. അതാണ് ചെയ്യേണ്ടത് എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി CPM ശ്രമിക്കുന്നു, അനാവശ്യമായ രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്, സ്വന്തം വീഴ്ച മറച്ചുവെക്കാനാണ് സർക്കാരും ശ്രമിക്കുന്നത് എന്നുള്ളൊരു വിമർശനമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വിവാദത്തിൽ നിന്നും പിന്മാറി മുഖ്യമന്ത്രി വയനാടിന് സഹായം ലഭ്യമാക്കാൻ തയ്യാറാകണമെന്നും കൂടി ഒരു പടി കൂടി കടന്ന് അദ്ദേഹം പറയുന്നു. നികുതി പണം നിയമപരമായി മാത്രമേ ചെലവാക്കാനാകൂ എന്നാണ് പ്രധാനമന്ത്രി തന്നെ പറയുന്നത്. നടപടിക്രമത്തിന്റെ ഭാഗം മാത്രമായിട്ടാണ് ഇക്കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് എന്നുകൂടി മന്ത്രി വി മുരളീധരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഈ കാശ് കൊടുക്കേണ്ട വരില്ല, പക്ഷെ ഇതൊരു രാഷ്ട്രീയമായി തന്നെ CPM ഉപയോഗിക്കുന്നുവെന്ന് തന്നെ അദ്ദേഹം പറയുന്നു. എന്തായാലും മെക്സമിന് ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. 4 വിദ്യാർത്ഥികളുടെ ജീവനെടുത്തത് ഉൾപ്പെടെ ഒട്ടേറെ അപകടങ്ങൾക്ക് കാരണമായ ദേശീയപാതയിലെ പാലക്കാട് പനയമ്പാടം ഭാഗം അശാസ്ത്രീയമെന്ന് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തുവന്നു. വർഷങ്ങൾക്ക് മുൻപ് നവീകരണത്തിന് മുന്നോടിയായി റോഡിന്റെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി പാലക്കാട് IIT വിശദമായ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ IITയുടെ നിർദ്ദേശങ്ങൾ ദേശീയപാത അതോറിറ്റി അവഗണിച്ചു എന്നാണ് ആരോപണം. കഴിഞ്ഞ ദിവസമുണ്ടായ ലോറി അപകടത്തെ തുടർന്ന് ജനരോഷം ഇരമ്പിയതോടെയാണ് അധികൃതർ കണ്ണുതുറന്നത്. സ്ഥലത്തെത്തിയ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ റോഡിൽ വാഹനമോടിച്ച് പരിശോധന നടത്തി. അവർ ചെയ്ത കൺസ്ട്രക്ഷൻ്റെ അപാകതയാണ്. അപ്പോൾ അതവർ പരിഹരിക്കാൻ വിദഗ്ധരുടെ അഭിപ്രായം, നാട്ടുകാരുടെ അഭിപ്രായം കൂടി മാനിച്ച് ഈ നാട്ടുകാർ ഇവിടെ ഉന്നയിക്കുന്ന പല വിഷയങ്ങളുണ്ട്, ഇതും കൂടി ചേർത്ത് ഒരു ചർച്ചയാണ്. ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഇക്കാര്യത്തിൽ നമ്മളൊരു തീരുമാനത്തിലെത്തും. അതിന് പണം അനുവദിക്കും. അവർ പണം അനുവദിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഒരാശങ്കയും നിങ്ങൾക്ക് വേണ്ട. സംസ്ഥാന സർക്കാരിൻ്റെ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ടിൽ നിന്നും ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ പണം അനുവദിച്ചു തരും. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായി CPI നേതാവ് VS സുനിൽകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തി. വിഷയത്തിൽ സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയ പശ്ചാത്തലത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. രാഷ്ട്രീയ ഗൂഢാലോചന തെളിയിക്കുന്ന തെളിവുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് കൈമാറിയെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. ഉദ്യോഗസ്ഥ വീഴ്ച അന്വേഷിക്കുന്ന സംഘമാണ് LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. പൂരത്തിൽ പോലീസിനുൾപ്പെടെ ഉണ്ടായ വീഴ്ച സുനിൽകുമാർ മൊഴിയായി നൽകി. അതീവ സുരക്ഷാ മേഖലയിൽ സുരേഷ് ഗോപി നടത്തിയ ആംബുലൻസ് യാത്രയ്ക്കുൾപ്പെടെ പോലീസിന് അനുമതി ലഭിച്ചുവെന്നാണ് സുനിൽകുമാറിന്റെ ആരോപണം. എനിക്ക് ഈ പൂരത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അത് ഈ അന്വേഷണ കമ്മീഷനും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പാകെ കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. എൻ്റെ നിലപാടിൽ മാറ്റമില്ല. അത് രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്, അത് ബോധപൂർവ്വം അട്ടിമറിക്കാൻ ശ്രമിച്ചതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയം എനിക്കില്ല. പന്തലിൽ ലൈറ്റ് ഓഫ് ചെയ്തതും വെടിക്കെട്ട് വേണ്ടെന്ന് വെച്ചതും മേളം നിർത്തിവെച്ചതും ആരുടെ നിർദ്ദേശത്തെ തുടർന്നാണെന്ന് അന്വേഷിക്കണമെന്നാണ് VS സുനിൽകുമാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അവിടെ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ ആര് നടത്തി? ആ സംഭവ സ്ഥലത്ത് അവിടെ നടന്നിരിക്കുന്ന സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു? RSS നേതാക്കന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ? ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിടണം. പൂരം കലങ്ങിയ സമയത്ത് CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് പുറത്തുവിട്ടില്ല. ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ സുരേഷ് ഗോപിയുടെ യാത്ര സംബന്ധിച്ചുൾപ്പെടെ നിർണായകമായ വിവരങ്ങൾ പുറത്തുവരുമെന്നും അതിനാൽ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു. 24 തൃശൂർ.
എറണാകുളം പെരുമ്പാവൂരിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. ജംബോ ബ്ലോക്ക് കമ്മിറ്റിയിൽ പ്രതിഷേധിച്ച് കൂട്ടരാജിക്കൊരുങ്ങുകയാണ് പ്രവർത്തകർ. കമ്മിറ്റിയിൽ അനർഹർ കടന്നുകൂടിയെന്നാരോപിച്ച് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ പോൾ പാത്തിക്കൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. KPCC നിർദ്ദേശപ്രകാരം 35 പേരാണ് സാധാരണ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയിൽ ഉണ്ടാകാറുള്ളത്. എന്നാൽ പെരുമ്പാവൂരിൽ ഇത് 99ഉം കുറുപ്പുംപടിയിൽ 86ഉമാണ്. കമ്മിറ്റിയിൽ ആരൊക്കെയാണുള്ളതെന്ന് പോലും വർഷങ്ങളായി പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്കറിയില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ പോൾ തീയക്കൽ ബ്ലോക്ക് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചത്. എവിടെയാണ് പാർട്ടി ഘടകങ്ങളിൽ ഏത് ഘടകത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്, തീരുമാനമെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ സാധാരണ പ്രവർത്തകർക്കോ എന്നെ പോലെയുള്ള പ്രവർത്തകർക്കോ ഒന്നും അറിയാൻ സാധിക്കുന്നില്ല. പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പിള്ളി തന്റെ ഇഷ്ടക്കാരെ കമ്മിറ്റിയിൽ തിരികെ കയറ്റി കോൺഗ്രസിന്റെ അടിത്തറ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഒരു വിഭാഗം പ്രവർത്തകരുടെ ആരോപണം. നിലവിലെ ജംബോ കമ്മിറ്റിയിൽ കൂട്ടരാജിയുണ്ടാകും. ഇതിനോടകം നിരവധി പേർ KPCCയെ നേരിട്ട് രാജിസന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ജില്ലാ സംസ്ഥാന നേതൃത്വം വിഷയം പരിഹരിച്ചില്ലെങ്കിൽ പെരുമ്പാവൂരിൽ കോൺഗ്രസിനുണ്ടാകാൻ പോകുന്ന നഷ്ടം ചെറുതായിരിക്കില്ല. 24 കൊച്ചി. മുനമ്പം ഭൂമി ഉടമസ്ഥാവകാശം സംബന്ധിച്ച് നിലപാട് തിരുത്തി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഭൂമി ആരുടേതാണെന്ന് പരിശോധിക്കപ്പെടണമെന്ന് VD സതീശൻ പറഞ്ഞു. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്നായിരുന്നു സതീശൻ നേരത്തെ പറഞ്ഞത്. മുസ്ലിം ലീഗിലെ വ്യത്യസ്ത അഭിപ്രായങ്ങളോട് പ്രതികരിക്കുന്നില്ലെന്നും VD സതീശൻ. അല്ല, അതെല്ലാം നമുക്ക് UDFന്റെ ഒരു അഭിപ്രായമുണ്ട്. നേരത്തെ ഒരു വ്യത്യസ്തമായ ഒരു അഭിപ്രായം വന്നപ്പോൾ ലീഗ് നേതാക്കൾ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലോ. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും സയ്യദ് ജിഫ്രി തങ്ങളും PK കുഞ്ഞാലൂർ സാഹിബ് ഒരുമിച്ച് പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലോ. ഞാൻ അതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. ഈ കാര്യത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാതെ നമുക്കൊരു രമ്യമായ പരിഹാരം ഉണ്ടാക്കി ആ പാവങ്ങൾക്ക് അവിടെ ഒരു പെർമനന്റ് ടൈറ്റിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകും. അതിനെല്ലാവരും ചേർന്ന് ശ്രമിക്കുക. അതിൻ്റെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ നിങ്ങളും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, ഞാനും പ്രോത്സാഹിപ്പിക്കുക. അല്ല, തീർച്ചയായിട്ടും അത് നീട്ടി കൊണ്ടുപോവാണ്, വൈകിപ്പിച്ചു കൊണ്ടുപോവാണ് സർക്കാർ. മനഃപൂർവ്വം സർക്കാർ തീർക്കാൻ പറ്റും. ഞാനിതിന്റെ നിയമപരമായ മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ച സർക്കാരിന് 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റും. ഞാൻ ഇപ്പോഴും ആ ഉറച്ച നിലപാട് നിൽക്കുകയാണ്. മിഥില ബാലനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥില, ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് കൃത്യമായി എന്താണത് വഖഫ് ഭൂമി ആണോ അല്ലയോ എന്ന് വ്യക്തമായി കിട്ടിയില്ല എന്നാണ് ഞാൻ ഈ പ്രതികരണത്തിൽ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ എന്താണ് പറയേണ്ടത്, UDF നിലപാട് എന്താണെന്നുള്ളത് ലീഗ് നേതാക്കൾ നേരത്തെ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞു എന്നും പറയുന്നു. അപ്പോൾ ഒരു വ്യക്തതയോടെയുള്ള ഒരു മറുപടി ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രജിൻ, നേരത്തെ VD സതീശൻ പറഞ്ഞ ഒരു കാര്യം എന്നത് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്നാണ്. എന്നാൽ ഇന്ന് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഭൂമി ആരുടേതാണ്. അതിനുള്ള മറുപടി ആ ഭൂമി ആരുടേതെന്നത് പരിശോധിക്കപ്പെടണം. നിലവിൽ കേസും കോടതി നടപടികളുമെല്ലാം പരിശോധിക്കുകയാണ്. UDFന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായമുണ്ട്. നേരത്തെ ഭിന്നാഭിപ്രായം ഉണ്ടായപ്പോൾ ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തി ആ വിഷയത്തിലുള്ള നിലപാട് പറഞ്ഞതാണ്. ലീഗ് നേതാക്കളാണ് ഇതിൽ അഭിപ്രായം പറഞ്ഞത്. ആ ഒരു അഭിപ്രായം അവർ പറഞ്ഞതുകൊണ്ട് തന്നെ ഇതിൽ ഇനി അഭിപ്രായം താൻ പറയേണ്ട ആവശ്യമില്ല. നിലവിൽ 2 സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. സർക്കാർ ഈ വിഷയം രമ്യമായി പരിഹരിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവരുടെ പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ VD സതീശൻ സ്വീകരിച്ച ഒരു നിലപാടിൽ നിന്നും അദ്ദേഹം പിന്നോട്ട് പോയിരിക്കുന്നു. UDFൽ നേരത്തെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു. എന്നാൽ ആ അഭിപ്രായത്തിന് ശേഷം ലീഗ് നേതാക്കൾ, പ്രത്യേകിച്ച് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ വാർത്താ സമ്മേളനം നടത്തി അവർ ഈ വിഷയത്തിലുള്ള നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി താൻ ഇതിൽ അഭിപ്രായം പറയേണ്ടതില്ല, ആരുടെ ഭൂമി എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന ഒരു മറുപടിയാണ് VD സതീശൻ ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ പറഞ്ഞത്. ശരി, മിഥില ബാലനാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും. തൃശൂർ രാമനിലയത്തിൽ നിർണായക രാഷ്ട്രീയ കൂടിക്കാഴ്ച എന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നു. MK രാഘവൻ MP രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി. കണ്ണൂർ മാടായി കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കിടെയാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. സൂരജ് സജി നൽകും തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. സൂരജ്, മാടായി കോളേജിലെ നിയമന വിവാദം അത് കത്തി നിൽക്കുന്ന സമയത്താണ് ഈ രീതിയിലുള്ള ഒരു കൂടിക്കാഴ്ച അതും തൃശൂർ രാമനിലയത്തിൽ നടന്നിരിക്കുന്നത്. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി എന്നൊക്കെയുള്ള വിവരങ്ങളുണ്ടോ?
പ്രജിൻ, മാടായി കോളേജ് നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കം അത് വലിയ രീതിയിൽ സജീവമാകുന്നു. DCC MK രാഘവനെതിരായ നിലപാട് കടുപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ നിർണായക കൂടിക്കാഴ്ച തൃശൂർ രാമനിലയത്തിൽ ഉണ്ടായിരിക്കുന്നത്. പല രാഷ്ട്രീയ കൂടിക്കാഴ്ചകൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള രാമനിലയമാണ് ഇന്ന് ഇപ്പോൾ ഈ മാടായി കോളേജ് വിവാദത്തിൽ കൂടി വീണ്ടും ഒരു രാഷ്ട്രീയ കൂടിക്കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ MK രാഘവൻ ഇവിടെ ഉണ്ടായിരുന്നു. മറ്റു പരിപാടികളോ കാര്യങ്ങളോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉച്ചയ്ക്ക് ശേഷമാണ് രമേശ് ചെന്നിത്തല ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവിടെ ഈ പൂരം വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിനും നാളെ KP വിശ്വനാഥിന്റെ അനുസ്മരണമാണ്. ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും വേണ്ടിയാണ് രമേശ് ചെന്നിത്തല ഇവിടെ എത്തിയത്. അതിനിടയിലാണ് നിലവിൽ MK രാഘവൻ ഈ രമേശ് ചെന്നിത്തലയുടെ മുറിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്. അതൊരു രഹസ്യ കൂടിക്കാഴ്ച എന്ന് പറയാനുള്ള കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഈ പേഴ്സണൽ സ്റ്റാഫ് അടക്കമുള്ളവർ ഈ മുറിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇരുവരും ഈ ബാൽക്കണിയിലാണ്, നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന ഈ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നാണ് ഇരുവരും ഈ ചർച്ച നടത്തിയത്. 1 മണിക്കൂർ നേരം ഇവർ ചർച്ച നടത്തുകയും ചെയ്തു. ഒരു സൗഹൃദ സംഭാഷണമാണെങ്കിൽ അടച്ചിട്ട മുറിയാണ്, സ്വാഭാവികമായി അവിടെ അദ്ദേഹവുമായി അടുപ്പമുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ മുറിക്കകത്ത് ചർച്ച നടത്താമായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ബാൽക്കണിയിൽ നിന്നാണ് അദ്ദേഹം ഈ ചർച്ചകളെല്ലാം നടത്തിയത്. ഇരുവരും തമ്മിൽ 1/2 മണിക്കൂറിലധികം നേരം സംസാരിച്ചു. നിലവിലെ രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയാണ് ചർച്ചയായതെന്ന് സൂചിപ്പിക്കുന്ന പ്രതികരണമാണ് തൊട്ടു പിന്നാലെ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അദ്ദേഹം ഈ പുറത്തേക്ക് ഇറങ്ങി വന്ന സമയത്ത് അദ്ദേഹത്തിനോട് നമ്മൾ ഇതേപ്പറ്റി ചോദിച്ചു. അപ്പോൾ ചോദിച്ചത് MK രാഘവനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിൽ എന്താണ് കാര്യം, തെറ്റ് MK രാഘവൻ പാർട്ടിയുടെ മുതൽക്കൂട്ടാണ്, മറ്റു വിവാദങ്ങൾ പാർട്ടി പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു ചെന്നിത്തലയുടെ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം. എന്തായാലും മാടായി കോളേജ് വിവാദങ്ങൾക്കിടെ നിർണായക കൂടിക്കാഴ്ച, രാഷ്ട്രീയ കൂടിക്കാഴ്ച ഇപ്പോൾ തൃശൂർ രാമനിലയത്തിൽ നടന്നിരിക്കുന്നു. പ്രജിൻ, സൂരജ്, കണ്ണൂരിലെ വിവാദം, മാടായി കോളേജിലെ ഈ നിയമന വിവാദം അത് പല രീതിയിൽ കോൺഗ്രസിനെ ബാധിച്ചതാണ്. അവിടുത്തെ പ്രാദേശിക കോൺഗ്രസിന്റെ രാഷ്ട്രീയ വിഷയമായൊക്കെ അത് മാറിയതാണ്. പരസ്യമായി MK രാഘവൻ MPക്കെതിരെ പ്രവർത്തകർ രംഗത്ത് വരുന്നു. അതിൽ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതേ തുടർന്ന് DCC ഇടപെടുന്നു, പിന്നീട് KPCC ഇടപെടുന്നു. അവിടെ ഒരു 3 അംഗ സമിതി വരുന്നു. പിന്നീട് ഒരു താൽക്കാലിക വെടിനിർത്തൽ എന്നോണം പരസ്യ പ്രതികരണങ്ങൾ വേണ്ട, ഈ വിഷയം തൽക്കാലത്തേക്ക് ചർച്ചയാക്കേണ്ട എന്ന ഇതിലുള്ള തീരുമാനങ്ങളും വരുന്നു. പക്ഷേ ഈ നിമിഷത്തിൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ രമേശ് ചെന്നിത്തലയും MK രാഘവനും MPയും തമ്മിൽ സംസാരിക്കുന്ന നമ്മൾ കാണുന്നു. അതും ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നു എന്ന് ഇപ്പോൾ സൂരജ് തന്നെ പറഞ്ഞല്ലോ. അവിടെ മറ്റു പ്രവർത്തകരൊക്കെ ഉണ്ട്, പക്ഷെ അവരിൽ നിന്നും മാറി ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നാണ് ഈ കാര്യങ്ങൾ സംസാരിച്ചത്. ഈ കൂടിക്കാഴ്ച എത്ര നേരം നീണ്ടു നിന്നു, അത്തരം വിവരങ്ങളുണ്ടോ സൂരജ്? പ്രജിൻ, 1/2 മണിക്കൂറിലധികം നേരം ഈ കൂടിക്കാഴ്ച നീണ്ടു നിന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അത് നമ്മളും ഈ സമയത്ത്, ഈ യോഗം നടക്കുന്ന സമയത്ത് ഇതിന് സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ മാടായി കോളേജ് വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് MK രാഘവൻ ഈ രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അദ്ദേഹത്തിന് ഇന്ന് മറ്റു പൊതുപരിപാടികളൊന്നും തന്നെ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നില്ല. രാവിലെ മുതൽ തന്നെ ഈ രാമനിലയത്തിൽ തന്നെ ഇദ്ദേഹം ചിലവഴിക്കുകയായിരുന്നു. അതായത് രമേശ് ചെന്നിത്തല ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇങ്ങോട്ടേക്ക് എത്തുമെന്ന കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാവിലെ മുതൽ MK രാഘവൻ ഈ രാമനിലയത്തിൽ ചിലവഴിച്ചത്. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം രമേശ് ചെന്നിത്തല ഇവിടേക്ക് എത്തുന്നു. അതിനുശേഷമാണ് ഈ രമേശ് ചെന്നിത്തലയുടെ മുറിയിലെത്തി അദ്ദേഹം ഈ നിർണായകമായ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. അതിൽ പൊതുവിൽ ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ VD സതീശന് പ്രതിപക്ഷ നേതാവിന്റെ നിലപാടുകൾക്കെതിരായി കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു ചേരി രൂപപ്പെട്ടു വരുന്ന ഒരു സവിശേഷ സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് വ്യക്തമാണ് സൂരജ്. എന്തായാലും രമേശ് ചെന്നിത്തല അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നേരത്തെ നടത്തിയതുമാണ്. ഈ രീതിയിലുള്ള കെട്ടുറപ്പ് കോൺഗ്രസിനെ ബാധിക്കുന്നുണ്ട്, അതില്ലാതെ പോകുന്നുണ്ട് എന്നൊക്കെയുള്ള സന്ദേഹങ്ങൾ നേരത്തെ തന്നെ ഉയർത്തിയതുമാണ് രമേശ് ചെന്നിത്തല. ആ സമയത്താണിപ്പോൾ MK രാഘവൻ MPയുമായുള്ള ഈ നിർണായക കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ്. സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്നും.